PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. മലയാളത്തിൽ പരിഭാഷ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപ് എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാവരും നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തേത് പരിഭാഷയാണ്. അപ്പോൾ പരിഭാഷ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ മുൻവർഷ ചോദ്യപേപ്പറിലൂടെ ആദ്യം വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ നമ്മൾ പരിഭാഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എഫക്റ്റീവായിട്ട് തോന്നി, അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് കേട്ടോ. ഓക്കെ അപ്പോൾ പരിഭാഷയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, കർട്ടൻ ലെക്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി ഏത് എന്നതാണ് ചോദ്യം. കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർട്ടന് പുറകിലിരുന്നിട്ട് ലെക്ചർ അല്ലേ, പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? രഹസ്യമായി എന്നുള്ളൊരു അർത്ഥമല്ലേ വരുന്നത്. സോ രഹസ്യമായിട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയ ഓപ്ഷൻസ്: തലയണ മന്ത്രം, ആത്മപ്രശംസ ചെയ്യൽ, മുതലക്കണ്ണീർ, വനരോധനം. ഇതിലേതാണ് രഹസ്യമായിട്ടുള്ളത് ഒരു മീനിങ് വരുന്നത്? തലയണ മന്ത്രം അല്ലേ, ഭാര്യയും ഭർത്താവും മാത്രം അറിയുന്ന രഹസ്യമാണ് തലയണ മന്ത്രം എന്ന് പറയുന്നത്. സോ നമുക്ക് ഉത്തരം ഓപ്ഷൻ A ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലേ. അത്യാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പരിഭാഷ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ അർത്ഥത്തിലോട്ട് എത്തുന്നത് എന്നുള്ളത്. പിന്നെ ഈ പരിഭാഷയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് 2 രീതിയിൽ ചോദിക്കാവേ. അതായത് ഒന്ന്, നമുക്ക് തന്നിരിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസ് ഏതാണോ അതിൻ്റെ എക്സാക്റ്റ് അതേപോലെ അതിനെ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുന്നത്, അതിനതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അതാണ് നമുക്ക് ഒന്ന് ചോദിക്കുന്നത്. അല്ലാതെ നമുക്ക് ശൈലികൾ തരും, ഇംഗ്ലീഷിലൊരു ശൈലി തന്നിട്ട് അതുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന മലയാള ശൈലി, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കർട്ടൻ ലെക്ചർ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഒരു പ്രയോഗമാണ്, അതിൻ്റെ മലയാള ശൈലി എന്ന് പറയുന്നതാണ് തലയണ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ എക്സാക്റ്റ് മീനിങ് വരുന്ന ചൊല്ലേത് എന്നും ചോദിക്കാറുണ്ട്. അല്ലാതെ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ അതേപോലെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയാൽ എന്താണ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. 2 രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത നോക്കിക്കേ, പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ്. ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ല്. അതായത് എന്താണ് ഈ പെന്നി വൈസ് പൗണ്ട് ഫുളിഷ് എന്ന് പറഞ്ഞാൽ? പെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാശിൻ്റെ കാര്യം എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ചില്ലറ പൈസയുണ്ട് അല്ലേ, 1 രൂപ 2 രൂപ അങ്ങനെ ചില്ലറ പൈസയുണ്ട്. അതിനെയാണ് പെന്നി എന്ന് പറയുന്നത്. അത് ബ്രിട്ടനിലുള്ള കാശാണ്. ബ്രിട്ടനിലെ അങ്ങനെ ചില്ലറ എന്ന് പറയുന്ന രീതിയിലുള്ളതിനെയാണ് പെന്നി എന്ന് പറയുക. പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള 2000 രൂപ 500 രൂപയുടെയൊക്കെ നോട്ടുണ്ടല്ലോ, അത്രയും അതുപോലെയുള്ള ബ്രിട്ടനിലെ പൈസയാണ് പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ചില്ലറ പൈസയൊക്കെ നമ്മൾ നോക്കിയൊക്കെ ചിലവാക്കും, അത് അത്യാവശ്യം പിശുക്കിയൊക്കെ വെക്കും. പക്ഷേ പൗണ്ട് എന്ന് പറയുന്നത്, അതായത് വലിയ വലിയ കാശുകളൊക്കെ നമ്മൾ ചിലവാക്കുന്നത് ഭയങ്കരമായിട്ട് ദൂർത്തടിക്കും. ചെറിയ കാശൊക്കെ നമ്മൾ നോക്കി സൂക്ഷിക്കും, വലിയ കാശൊക്കെ നമ്മൾ അറിയാതെ തന്നെ ധൂർത്തടിച്ച് കളയും. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ അതിൻ്റെ മീനിങ് വരുന്ന ഏതെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടത് നോക്കൂ. ആന ചോരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും. അഴകുള്ള ചക്കിയിൽ ചുളയില്ല, അത് വലിയ ബന്ധമൊന്നുമില്ല അല്ലേ. അല്പന അർത്ഥമുണ്ടായാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും, അത് തീരെയും ബന്ധമില്ല. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, ഇതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കിക്കേ, ആന ചോരുന്നത് അറിയില്ല പക്ഷെ പേൻ ചോരുന്നത് അറിയും.
അത് ഏകദേശം കണക്റ്റഡ് ആണ് അല്ലേ. പേന് എന്ന് പറയുമ്പോൾ നമുക്ക് പെന്നി ആയിട്ടും ആന എന്ന് പറയുന്ന പൗണ്ടും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ അല്ലെങ്കിൽ ആന ചോരുന്നത് അറിയില്ല, പെയിൻ ചോരുന്നത് അറിയും. മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. പെന്നി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് പറയുന്നത്. അടുത്തത്, താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തന്നിരിക്കുന്നത് ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. അപ്പോൾ ക്യാച്ച് എന്ന് പറയുമ്പോൾ പിടിക്കുക എന്നുള്ളൊരു മീനിങ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. പിടിക്കുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ ഓപ്ഷൻസ്: കൈവിലങ്ങിടുക, കൈകാര്യം ചെയ്യുക, കൈക്കലാക്കുക, കൈയോടെ പിടികൂടുക. അപ്പോൾ ഏതായിരിക്കും പിടികൂടുക എന്നുള്ള അർത്ഥം വരുന്നത്? ഓപ്ഷൻ സി ആണ്, കൈയോടെ പിടികൂടുക. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് മലയാള പരിഭാഷയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഇതിൻ്റെ എക്സാക്റ്റ് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, വാൾസ് ഹാവ് ഇയേഴ്സ്. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം വരുന്ന അതേ രീതിയിലുള്ള മലയാളം ചൊല്ല് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ചോദിച്ചിരിക്കുന്നത് വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറയുന്നത് ചുവരുകൾ ചെവിയോർക്കും എന്നുള്ള രീതിയിലുള്ള മീനിങ് തന്നിട്ട് അതിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാൾസ് ഹാവ് ഇയേഴ്സ് എന്നാണ്. അതിൻ്റെ മലയാളം ചൊല്ല് എന്താണെന്നാണ് അല്ലേ. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെവിക്കും ചുമരുകളുണ്ട്. അപ്പോൾ ആ ഒരു രഹസ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കുക, അരവും അരവും കിന്നരം വരില്ല, അത്യാശയ്ക്ക് അനർത്ഥം വരില്ല, ഇതൊന്നുമല്ല. പിന്നെ ഉള്ളത് എന്താ? അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അല്ലേ, രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ടത്. വാൾസ് ഹാവ് ഇയേഴ്സ്, ചുവരിനടക്കം ചെവി ഉണ്ടെന്ന് പറയുമ്പോൾ രഹസ്യമായിരിക്കും അല്ലേ, രഹസ്യമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. സോ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മലയാളം ചൊല്ല്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിന് സമാനമായ പഴഞ്ചൊല്ലാ ചോദിക്കുന്നത്. എന്താണ്? വേർ ദർ ഈസ് എ വിൽ, നമുക്ക് ആഗ്രഹം ഉണ്ടോ അതിനുള്ള വഴിയും ഉണ്ടായിരിക്കും എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ അതെന്താണ്? യെസ്, ഉത്തരം ഓപ്ഷൻ ബി ആണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം നടക്കും എന്നുള്ളൊരു മീനിങ് ആണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള വഴി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ് ആ ചൊല്ലിന് സമാനമായിട്ടുള്ള ചൊല്ല്. ഓക്കെ, അടുത്തത് ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്ന പദത്തിൻ്റെ മലയാള പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. വിധി. വിധി എന്നുള്ള അർത്ഥം വരുന്നതാണ് ഡിഗ്രി എന്ന് പറയുന്നത്, വിധി. അടുത്തത് ഹെർക്കൂലിയൻ ടാസ്ക്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത് PYQ ആണ്. സമാന പ്രയോഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെർക്കൂലിയൻ ടാസ്കിൻ്റെ സമാന പ്രയോഗം എന്താണ്? ഭഗീരഥ പ്രയത്നം. PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗീരഥ പ്രയത്നം എന്നതാണ് അർത്ഥം കേട്ടോ. അടുത്തത് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. എന്താണ്? വിത്ത് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അതിൻ്റെ മുള പൊട്ടുന്നത്, അതായത് സ്പ്രൗട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ. 10 ഗുണം 10 ഗുണം അല്ലേ. അതായത് ഇപ്പോൾ ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വിത്ത് എങ്ങനെയാണോ അതുപോലെ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അച്ഛന്മാരെങ്ങനെയാണോ അതുപോലെ ഇരിക്കും മക്കൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ 10 ഗുണം 10 ഗുണം. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് വരുന്നത്. ഓക്കെ, 10 ഗുണം 10 ഗുണം. അടുത്തത് ശരിയായ വിവർത്തനം ഏത്? ശരിയായ വിവർത്തനം ചോദിക്കുന്നത് ദ ബ്ലഡ് ഓഫ് ദി റെവല്യൂഷണറീസ് കേഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. ഇതിൻ്റെ എക്സാക്റ്റ് വിവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. വിവർത്തനം അല്ലാണ്ട് ചൊല്ലൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ടുള്ള വിവർത്തനം എന്താണ്? അപ്പോൾ വിവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ദ ബ്ലഡ് ഓഫ് ദി റെവല്യൂഷണറീസ്. റെവല്യൂഷണറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്ലവകാരികൾ അല്ലേ. അപ്പോൾ വിപ്ലവകാരികളുടെ ബ്ലഡ്, രക്തം എന്ത് ചെയ്യാണ്? കേഴ്സ്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ്. സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ തെരുവ്. തെരുവിലൂടെ എന്താണ്? കേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകി എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ ഉത്തരം എന്താ വരിക? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി എന്നുള്ളതാണ് വരുന്നത് അല്ലേ. യെസ്, വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കേഴ്സ്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് അതിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലും ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021.
ഈ വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ, ഇവിടെയും പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ് മലയാളത്തിൽ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് എന്താ? ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021. എന്താണ് അർത്ഥം? 2021 തുടങ്ങിയിട്ടുള്ള പാലത്തിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണല്ലേ പറയുന്നത്. ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ്. 2021 തുടങ്ങിയത് ഇപ്പോഴും അവരത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ അത് ഏതാ വരുന്നത്? യെസ്, ഉത്തരം ഓപ്ഷൻ എ ആണ്. അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു, അല്ലെ? സിൻസ് ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021. 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാധനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ഉത്തരം ഓപ്ഷൻ എ ആണ്. അടുത്തത് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. എന്താണ് ഇതിൻ്റെ മലയാളത്തിലെ ചൊല്ല്? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേ മീനിങ് വരുന്ന മലയാളത്തിലെ ചൊല്ലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ട്രാൻസ്ലേഷൻ അല്ല, ചൊല്ലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം നോക്കാം. ബീറ്റ് ദ അയൺ എന്താണ്? ഇരുമ്പിനെ തല്ലിപ്പരത്തുക. എപ്പോൾ? വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ഇരുമ്പ് അല്ലെ, പഴുത്ത ഇരുമ്പിൽ നമ്മൾ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് പരന്ന് അത് അതിൻ്റെ എന്താണ് ഇരുമ്പ് വെച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇരുമ്പ് പഴുത്തിരിക്കുമ്പോഴാണ് തല്ലിപ്പരത്തുക, അല്ലേ? ഈ ആലയിലൊക്കെ എന്താണ് അവർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇരുമ്പൊക്കെ എന്താ പഴുത്തിരിക്കുമ്പോൾ വേണം തല്ലിപ്പരത്താനായിട്ട്. അതാണ് ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. അപ്പോൾ അതിൻ്റെ ശരിയായ രൂപത്തിലോട്ട് മാറ്റണമെങ്കിൽ പഴുത്തിരിക്കുമ്പോൾ നമ്മൾ അടിക്കണം, അല്ലാതെ തണുത്താറി കഴിഞ്ഞിട്ട് പോയിട്ട് ഇരുമ്പിൽ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കാറ്റുള്ളപ്പോൾ പാറ്റണം. എന്താണ് അർത്ഥം? ഈ പാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അമ്മമാരൊക്കെ പണ്ട് ഈ കൊയ്തിട്ടൊക്കെ, ഇപ്പോഴൊക്കെ നമുക്ക് അത്രയും അപൂർവമായിട്ടാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. പണ്ടൊക്കെ എല്ലായിടത്തും കൊയ്ത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ അമ്മമാരെന്ത് ചെയ്യും? കൊയ്തിട്ട് ഈ നെല്ല് മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റും, അല്ലേ? അപ്പം നെല്ല് വേറെ, അതിൻ്റെ കതിര് വേറെ, നെല്ലും പതിരൊക്കെ വേർതിരിക്കുക എന്ന് പറയും, അല്ലേ? പാറ്റിയിട്ട് മുറം വെച്ച് ഇങ്ങനെ പാറ്റും, എന്നിട്ട് നെല്ലും പതിരൊക്കെ വേർതിരിക്കും. അപ്പോൾ അതിനെയാണ് അത് ആ പാറ്റുന്ന സമയത്ത്, കാറ്റുള്ള സമയത്ത് അവർ നന്നായിട്ട് പാറ്റുക. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ആ തവിടെന്ന് പറയുന്ന സാധനമൊക്കെ വേർതിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതിലൊക്കെ വേർതിരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി കാറ്റില്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിന്ന് ഒരാൾ മുറം വെച്ച് ഇങ്ങനെ വീശി കൊടുക്കും, അല്ലേ? കാരണം കാറ്റില്ലാത്ത സമയത്ത് പാറ്റിയിട്ട് കാര്യമില്ല, അല്ലേ? അതാണ്. അപ്പോൾ നമുക്ക് അവസരം വരുന്ന സമയത്താണ് നമ്മളത് പ്രയോഗിക്കേണ്ടത്, അല്ലേ? ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു മീനിങ് ആണ് രണ്ടിടത്തും വരുന്നത്. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാറ്റുള്ളപ്പോൾ പാറ്റണം. ഓക്കെ. അടുത്തത് മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. നേരത്തെ കണ്ട അതേ ഒരു മീനിങ് അല്ലേ വരുന്നത്? നോക്കേ, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് നമ്മൾ വൈക്കോല് ഉണക്കേണ്ടത്, അല്ലേ? വൈക്കോലൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഉണക്കിയിട്ടാണ്. അപ്പോൾ അത് ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ സൂര്യൻ ഉള്ളപ്പോഴാണ്, അല്ലാതെ നല്ല മഴ പെയ്യുന്ന സമയത്ത് കൊണ്ടായിട്ട് വൈക്കോൽ ഉണക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. സൂര്യൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വൈക്കോലൊക്കെ നിർമ്മിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു മീനിങ്. അപ്പോൾ അവസരം വരുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഓപ്ഷൻ കണ്ടോ? ഓപ്ഷൻ ബി, കാറ്റുള്ളപ്പോൾ പാറ്റുക. അപ്പോൾ സെൻറ്റൻസ് ഒരേത് തന്നെ ആയിരിക്കണമെന്നില്ല. ഇംഗ്ലീഷ് തന്നിരിക്കുന്നത് നേരത്തെ തന്നത് കണ്ടോ? ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നായിരുന്നു. ഇവിടെ മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള പഴഞ്ചൊല്ല് സെലക്ട് ചെയ്യുക. ഓക്കെ. അടുത്ത നോക്കിക്കേ, പരിഭാഷപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്ജേൺ എന്ന് പറയുന്നത് പരിഭാഷയാണ്. പരിഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താണെന്നാണ്. അഡ്ജേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടി വയ്ക്കുക, അല്ലേ? ഉത്തരം ഓപ്ഷൻ എ ആണ്. അഡ്ജേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീട്ടി വയ്ക്കുക എന്നുള്ളതാണ് അർത്ഥം. അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ് എന്നതിൻ്റെ കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. മലയാള ശൈലിയാണ് ചോദിച്ചിരിക്കുന്നത്, എക്സാക്റ്റ് അതിൻ്റെ മീനിങ് അല്ല. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നതിൻ്റെ മലയാള ശൈലി എന്താണ്? ടിറ്റ് ഫോർ ടാറ്റ്. അതിൻ്റെ മലയാള ശൈലി ഓപ്ഷൻ എ ആണ് കേട്ടോ വരുന്നത്. അതായത് ഉരുളയ്ക്കുപ്പേരിയും പകരത്തിനു പകരം, അല്ലെ? ടിറ്റ് ഫോർ ടാറ്റ്. അപ്പോൾ ഉരുളയ്ക്കുപ്പേരി അല്ലെങ്കിൽ പകരത്തിനു പകരം എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. രണ്ട് ഓപ്ഷൻ കറക്റ്റാണ്. ഉരുളയ്ക്കുപ്പേരി, പകരത്തിനു പകരം. അടുത്തത് അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വെയർ ദ ക്രൗൺ. ക്രൗൺ ധരിക്കുന്ന, അല്ലെ? അതിൻ്റെ അർത്ഥം നോക്കുവാണെങ്കിൽ അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ. ക്രൗൺ ധരിക്കുന്ന ഹെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിടക്കാൻ അത്ര ഈസി ആയിരിക്കില്ല, അല്ലേ? നമ്മളൊരു കിരീടം, നമ്മൾ സാധാരണ രീതിയിൽ കിടക്കുന്ന പോലെയാണോ ഒരു കിരീടം ധരിച്ച തലയുമായിട്ട് കിടക്കുന്നതെന്ന് പറയുന്നത് അൺഈസിയാണ്, അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഏതാണ് അതിൻ്റെ മീനിങ് വരുന്നത്? കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥതമായിരിക്കും. അതിൻ്റെ പരിഭാഷയാണ് കണ്ടോ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താ? കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. അൺഈസി ലൈസ് ദ ഹെഡ് ദാറ്റ് വിയേഴ്സ് ദ ക്രൗൺ. എക്സാക്റ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ക്യൂർ ഫിഷ്. ക്യൂർ ഫിഷ് എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ക്യൂർ ഫിഷ് മീൻസ് വിചിത്രമായ മനുഷ്യൻ എന്നാണ് കേട്ടോ. വിചിത്ര മനുഷ്യൻ. ക്യൂർ ഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിചിത്ര മനുഷ്യൻ എന്നാണ് അർത്ഥം.
അടുത്തത് മെനി എ പിക്കിൾ മേക്സ് എ മിക്കിൾ. എന്താണ് മെനി എ പിക്കിൾ മേക്സ് എ മിക്കിൾ? ഇതിന് സമാനമായ പഴഞ്ചൊല്ല് എന്ത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മെനി എ പിക്കിൾ, കുറേ പിക്കിൾസ് ചേർന്നാലാണ് മേക്സ് എ മിക്കിൾ, ഒരു മിക്കിൾ ആവുന്നതെന്നാണ് പറയുന്നത്. സോ എന്താ കുറേ ഓപ്ഷൻ സി ആണ് വരുന്നത്. പല തുള്ളി പെരുവെള്ളം അല്ലേ, പല തുള്ളികൾ ചേരുമ്പോഴാണത് പെരുവെള്ളമാവുന്നത് എന്നുള്ള മീനിങ്. അപ്പോൾ പല തുള്ളി പെരുവെള്ളം. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ. സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എന്താ? ഓപ്ഷൻ സി ആണ്, സമർപ്പണം അല്ലേ. സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പിക്കുക. അതിൻ്റെ പരിഭാഷയാണ്. അപ്പോൾ പരിഭാഷ എന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. ശൈലി ചോദിച്ചു കഴിഞ്ഞാൽ അതേ അർത്ഥത്തിൽ വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. അടുത്തത് വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, വേർ ദർ ഇസ് എ വിൽ, അവിടെ ഒരു വഴിയുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആഗ്രഹമുണ്ടോ അവിടെ ഒരു വഴി നമുക്കുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആഗ്രഹിച്ചാൽ നമുക്കുള്ള വഴി ഉണ്ടായിരിക്കും. അതിൻ്റെ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ. അടുത്തത് അൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. അൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തർക്ക വിഷയമാണ് കേട്ടോ. അൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്നത് തർക്ക വിഷയം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇനി PSC കുറേ പരീക്ഷകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു തരാം, ഒന്ന് നോക്കി വെച്ചേക്കാം. നമ്മളോട് ചോദിക്കുന്ന ഒരു വേർഡാണ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റ് കേട്ടോ. ഈ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു കോംപ്ലിമെൻ്റ് ഉണ്ട്, രണ്ട് കോംപ്ലിമെൻറ്റ് ചോദിക്കാറുണ്ട്. ഈ കോംപ്ലിമെൻ്റ് എന്താ? ഇവിടെ ഇ ആണ്, ഇവിടെ ഐ ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടും കോംപ്ലിമെൻറ്റാണ്. ഈ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികത്തുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പകരമായിട്ട് അത് നികത്തുക എന്നുള്ളൊരു മീനിങ് ആണ് കോംപ്ലിമെൻറ്റ്. ഈ കോംപ്ലിമെൻറ്റ് എന്താ? ഇത് പ്രശംസ എന്ന് പറയുന്ന കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാതിരിക്കാൻ വേണ്ടി ഞാനൊരു കണക്ഷൻ പറയാം. ഇവിടെ ഐ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രശംസയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളെ ഒരാൾ പ്രശംസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ പ്രശംസിക്കുന്നത് ആരെയാണ്? ഐ എന്ന് പറയുമ്പോൾ ഞാനാണ് ഇഷ്ടപ്പെടുന്നത്. പ്രശംസ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നത് ആരാ? ഐ. നമുക്കാണല്ലേ ഇഷ്ടം. നമ്മളെക്കുറിച്ച് ആരെങ്കിലും പ്രശംസിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമ്മളാണ് അല്ലേ. ഞാൻ എന്നെക്കുറിച്ചാണ് പ്രശംസിക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഐ എന്ന് പറയുന്നത് പ്രശംസയായിട്ട് കണക്ട് ചെയ്യുക. ഇനി ഇ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? നികത്തുക. ഈ രണ്ട് കോംപ്ലിമെൻറ്റും കൂടെ മാറാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി അടുത്ത PSC ചോദിച്ചിട്ടുള്ളതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്? മനസാന്നിധ്യം. മനസാന്നിധ്യം എന്നതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം PYQ ആണ്. അടുത്തത് കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മരിക്കുക എന്നതാണ് കേട്ടോ. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുക. ഇനി ക്രൈ ഓവർ ദ സ്പിൽറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക എന്നുള്ളതാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് അല്ലേ. അതായത് പാല് തിളച്ചു പൊങ്ങി പോയി കഴിഞ്ഞു, പിന്നീട് അതോർത്ത് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പോയ പാല് പോയി, നമ്മൾ കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതാണ് പറയുന്നത്. അപ്പോൾ ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതോർത്ത് കരയുക അല്ലെങ്കിൽ വിലപിക്കുക എന്നുള്ളതാണ് അർത്ഥം. അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് ബേർഡ്സ് ഐ വ്യൂ. ബേർഡ്സ് ഐ വ്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ് വിഹഗ വീക്ഷണം എന്ന് പറയും. വിഹഗ വീക്ഷണം. ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്താണ്? വിഹഗ വീക്ഷണം. അടുത്തതാണ് പാമിസ്ട്രി. പാമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? പാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൈപ്പത്തി അല്ലേ. അപ്പോൾ പാമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഹസ്തരേഖാശാസ്ത്രം കേട്ടോ. ഹസ്തരേഖാശാസ്ത്രത്തെയാണ് പാമിസ്ട്രി എന്ന് പറയാം. പാമിസ്ട്രി, ഹസ്തരേഖാശാസ്ത്രം. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് സ്റ്റാറ്റസ് കോ. സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തൽസ്ഥിതി. ഇപ്പോൾ ഉള്ള സ്ഥിതി എങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പോൾ തൽസ്ഥിതി എന്ന് പറയുന്നതാണ് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത്. ദെൻ ഹോം ട്രൂത്ത്. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയ സത്യം എന്നാണ്. അപ്രിയ സത്യം അല്ലേ. ഹോം ട്രൂത്ത് എന്ന് പറയുന്നത് അപ്രിയ സത്യം. ദെൻ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേക്ക്, അതായത്
ഗ്രാസിനിടയിൽ ചെടികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന സ്നേഹിനെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അത് കപട സുഹൃത്ത് എന്ന് പറയുന്നതാണ് കേട്ടോ. കപട സുഹൃത്ത് എന്നുള്ളതിനെയാണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറയുന്നത്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് മീൻസ് കപട സുഹൃത്ത്. അടുത്തത് PYQ ആണ്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്താണ്? ഡേർട്ടി ആയിട്ടുള്ള തുണി പബ്ലിക്കിന്റെ മുമ്പിൽ അലക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? വിഴുപ്പലക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. വിഴുപ്പലക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക്, വിഴുപ്പലക്കുക. ഇനി പോയറ്റിക് ട്രിനിറ്റി. പോയറ്റിക് ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിത്രയം എന്നാണ് പറയുന്നത്. കവിത്രയം. പോയറ്റിക് ട്രിനിറ്റി മീൻസ് എന്താണ്? കവിത്രയം. ഇനി അടുത്തത് PYQ ആണ്. ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഡേഞ്ചറസ് തിങ്. ഇവിടെ ആലോചിക്കേണ്ടത് ലിറ്റിൽ നോളേജ് എന്നാണ്. ലിറ്റിൽ നോളേജ് എന്ന് പറഞ്ഞാൽ ലിറ്റിലിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലേ. അപ്പോൾ അവിടെ ഒന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ലിറ്റിലിൻ്റെ മുമ്പിൽ ഒരു എ ഉണ്ടല്ലേ, കുറച്ചെന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ കുറച്ചെന്തോ ഉണ്ട്. ഓക്കെ, സംതിങ് എന്നുള്ള മീനിങ് ആണ് എ ലിറ്റിൽ. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഉള്ളത് എത്രയോ അത്ര എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്റിൽ നോളേജ് ഈസ് ഡേഞ്ചറസ് തിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലിറ്റിൽ നോളേജ് ഈസ് ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ, അതായത് അല്പജ്ഞാനം. ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്പജ്ഞാനം അപകടകരം അല്ലെ. ദ ലിറ്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പജ്ഞാനം അപകടകരം എന്നാണ് അർത്ഥം. അപകടകരം. ദ ലിറ്റിൽ നോളേജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്ന് പറഞ്ഞാൽ അല്പജ്ഞാനം അപകടകരം എന്നതാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം PYQ ആണ്. PYQൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അടുത്തത് സ്ലീപ്പിംഗ് പാർട്ട്ണർ. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്താണ്? ഉറങ്ങുന്ന പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്? കാര്യം വരുന്ന സമയത്ത് യാതൊരു പങ്കും ഇല്ലാതെ നിൽക്കുന്ന ഒരു പങ്കാളി അല്ലേ. കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളിയാണ് നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയാം. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് സെക്യുലാരിസം. സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സെക്യുലാർ, മതേതരത്വം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ PSC തന്നിരിക്കുന്ന ഉത്തരം മതനിരപേക്ഷത എന്നാണ്. മതനിരപേക്ഷത. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത. ഇനി കൾപ്രിറ്റ് ചോദിച്ചിട്ടുണ്ട്. കൾപ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവാളി. കുറ്റവാളിയാണ് കൾപ്രിറ്റ്. ദെൻ ടോക്കൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂചനാ പണിമുടക്കാണ് കേട്ടോ. ടോക്കൺ സ്ട്രോക്ക് എന്താണ്? സൂചനാ പണിമുടക്ക്. ദെൻ PSCയുടെ സ്ഥിരം ചോദ്യമാണ് ബ്ലാക്ക് ലെഗ് എന്ന് പറയുന്നത് എന്താണ്? കരിങ്കാലിയാണ് ബ്ലാക്ക് ലെഗ് എന്ന് പറയുന്നത്. 0 അവർ എന്ന് പറയുന്നത് എന്താ? ശൂന്യവേളയാണ് 0 അവർ. ദെൻ ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത് ഊരാക്കുടുക്കാണ് കേട്ടോ. ഊരാക്കുടുക്കിനെയാണ് ഗോഡിയൻ നോട്ട് എന്ന് പറയുന്നത്. ദെൻ വാക്സിംഗ് ആൻഡ് വാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ എന്ന് പറയില്ലേ, അതിനെയാണ് വാക്സിംഗ് ആൻഡ് വാനിങ് എന്ന് പറയാം. വൃദ്ധിക്ഷയങ്ങൾ. ഇനി ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ്. ലിറ്റിലിൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എന്താ അർത്ഥം? എനിക്ക് തീരെ പ്രതീക്ഷയില്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ്. ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ. ഇവിടെ ദ ലിറ്റിലായപ്പോൾ കുറച്ചെങ്കിലും ഉണ്ട്. അല്പം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അല്പജ്ഞാനം. ഇപ്പം എന്താണോ ഉള്ളത് അത്രയും. അപ്പോൾ അല്പജ്ഞാനം എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഐ ഹാവ് ലിറ്റിൽ ഹോപ്പ് എന്നാണ്. അതായത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല എന്നുള്ള മീനിങ് ആണ് ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ആപ്പിൾ ഇൻ വൺസ് ഐ. ഒരാളുടെ കണ്ണിലെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ മീൻസ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കണ്ണിലുണ്ണി എന്താണ് അർത്ഥം വയ്ക്കുന്നത്. ഓക്കെ, കണ്ണിലുണ്ണി. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പരിഭാഷയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ കൂടുതൽ പരിഭാഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പിന്നീട് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മുൻവർഷ ചോദ്യങ്ങളൊക്കെ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.